ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ലക്ഷദ്വീപിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഷിപ്പ് യാർഡിൽ തന്നെയാണ്. അവിടെ ഒരു പുതിയ ഷിപ്പ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഷിപ്പ് പോകുന്ന ഷിപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മുടെ ഷിപ്പിൻ്റെ പുറപ്പെടാനായിട്ടുള്ള ഗാങ് അവർ എടുത്തു വയ്ക്കുന്ന പ്രിപ്പറേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ താഴെയുള്ള ജോലിക്കാർ അവർ താഴോട്ട് ഇറങ്ങി വന്ന് അത് പൊക്കി മുകളിലോട്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ മുകളിലുള്ള കാഴ്ചക്കാരെ പോലെ എല്ലാം കാണാനായിട്ട് മുകൾ തട്ടിൽ ഹെലിപാഡിൽ അവിടെ വിസിറ്റിങ്ങിന് ഉണ്ട്. ജോലിക്കാർ അവരുടെ വർക്കുകൾ ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിപ്പിൻ്റെ ഗാങ് വേയിൽ ഒരാൾ കയറി നിന്ന് അതിൻ്റെ സൈഡിലുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് അത് പൊക്കി എല്ലാവരും കൂടി പൊക്കി അത് വലിച്ചെടുത്ത് ഷിപ്പിൻ്റെ ഒരു സൈഡിലോട്ട് എടുത്തു വയ്ക്കുന്നു. ഗാങ് വേ പൊക്കൽ നല്ല കഠിനാധ്വാനമുള്ള വർക്കാണ് ഇത്. അവർ നല്ല പൊക്കി അത് ഷിപ്പിൻ്റെ ഇടയിലോട്ട് പൊക്കി നിർത്തി ഹാങ്ങാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷിപ്പിലെ ജോലിക്കാർ ഓരോരുത്തരായി അതിലോട്ട് കയറി നിന്ന് അവസാനം ഷിപ്പിലോട്ട് അവർ കയറുന്നതാണ്. മെല്ലെ മെല്ലെ ഓരോരുത്തരായി അവർ ഷിപ്പിൽ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ആളും അതാ ഷിപ്പിൻ്റെ ലേഡറിൽ കാൽ വെച്ച് മുകളിലോട്ട് കയറി നമ്മുടെ ഷിപ്പിലോട്ട് കയറി വരികയാണ് അവരെല്ലാവരും. ഇപ്പോൾ അവർക്ക് ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് ഇത് വലിയൊരു ജോലിയായിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മുടെ ഗാങ് വേ പൊക്കൽ കഴിഞ്ഞു. നമ്മുടെ ഷിപ്പ് ജോലിക്കാരതാ കയറി പോകുന്നു. അങ്ങനെ അവരെല്ലാവരും ഇതാ മുകളിലോട്ട് കയറി. അങ്ങനെ നമ്മുടെ ഷിപ്പ് ഇതാ അപ്പുറത്തെ സൈഡിൽ നിന്നും കെട്ടിവലിക്കുന്ന ബോട്ട് വന്നിട്ടുണ്ട്. അവർ മെല്ലെ മെല്ലെ നമ്മുടെ ബോട്ട് നമ്മുടെ ഷിപ്പിൻ്റെ സൈഡിൽ നിന്ന് വലിച്ച് കുറച്ച് പുറത്തോട്ടേക്ക് എടുക്കാനുള്ള മുറുക്കി പിടിച്ചോട്ടാ വിടണ്ട, മതി, അധികം റിസ്ക് എടുക്കണ്ട. എല്ലാ വലിയ ഷിപ്പുകളും ബോട്ടുകൾ പോർട്ടിൻ്റെ പകുതി വരെ പോയി അവരെ അങ്ങോട്ട് പറഞ്ഞിടുക പതിവാണ്. അപ്പുറത്ത് കൊച്ചി കായലിലൂടെയും ഉല്ലാസയാത്ര നടത്തുന്ന ഷിപ്പുകളും ബോട്ടുകളും എല്ലാം പോയിക്കൊണ്ട് ഇരിക്കുന്നു. ചേട്ടാ കുട്ടിക്കോ എടുത്തോ? അല്ലല്ല കൊടുത്തോ, എടുത്തോ. ഇല്ല ഇല്ല ഇതല്ല, ഇത് എടുത്തോ. ആ എടുത്തോ ഇല്ല ഇല്ല ആ കൊടുത്തോ, കഴിച്ചോടെ. അവർ നന്നായി ആഞ്ഞു വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബോട്ടുകാർ. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ ഷിപ്പിന് കുറച്ച് ബോട്ടിൻ്റെ വെള്ളത്തിൻ്റെ മറ്റന്മാരുടെ ഷിപ്പിൽ അതാ നമ്മുടെ ഷിപ്പ് അഴിച്ചുവിടാൻ വേണ്ടി നമ്മുടെ ഷിപ്പിൻ്റെ പോർട്ട് അതോറിറ്റി ആൾക്കാർ ഇതാ വന്നു. അതിൻ്റെ കയറ് ഇതാ മെല്ലെ ലാസ്റ്റ് കയറും ഇതാ അഴിച്ചിട്ടിരിക്കുകയാണ്. അത് നമ്മുടെ ആൾക്കാർ അത് മോട്ടർ വെച്ചിട്ടാണ് അവർ വലിച്ചു കയറ്റുന്നത്. ഭയങ്കര സ്പീഡിലാണ്. പണ്ടാണ് അത് കൈക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ട്. മോട്ടറൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവൃത്തി. അങ്ങനെ അതും നമ്മുടെ ഷിപ്പിലോട്ട് അവർ വലിച്ചു കയറ്റുകയാണ്. നമ്മുടെ ഷിപ്പും കരയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കയർ അവർ അങ്ങനെ കയറ്റി നമ്മുടെ ഷിപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് ആക്കിയിരിക്കുന്നു.
പിന്നെ നമ്മുടെ ഷിപ്പിൻ്റെ മുകളിൽ ആൾക്കാരെല്ലാം കയറി നിന്ന് ഈ കാഴ്ച കാണാനും മനോഹരമായ കാഴ്ച കാണാനും കേട്ട് നിൽക്കുന്നുണ്ട്. റെസ്റ്റ് എടുക്കാനും പിന്നെ ഫോൺ ചെയ്യാനും. ഇനി ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ ആൾക്കാർക്ക് ഫോൺ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഇത് വലിച്ച് കയറ്റുന്നതും വലിച്ച് പറഞ്ഞു വിടുന്നത് കാണാനൊക്കെ ആയിട്ട് പൊതുവെ ആൾക്കാരെല്ലാം കാഴ്ചക്കാരെല്ലാം നോക്കി നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ ബോട്ടുകളെല്ലാം വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് വേറെ 2-3 ബോട്ടാണ് നമുക്ക് ഓൾറെഡി ഇത് വലിച്ച് തള്ളി അങ്ങോട്ട് വിടാനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ വലിച്ചു ഇതാ വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡിലും വലിച്ച് അതിനെ കൊണ്ടുപോകാനായിട്ട് പ്രാപ്തരാക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് ദൂരം മെല്ലെ ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. മെല്ലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിപ്പ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസുകളും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ദൂരം പിന്നിട്ടു. മെല്ലെ യാത്രയായി. അതാ മുകളിൽ നോക്കുമ്പോൾ നല്ലൊരു സൂര്യൻ അസ്തമിക്കുന്നത് ഒക്കെ കേൾപ്പില്ലട്ടോ. എളുപ്പില്ല. സൈഡൊക്കെ നിറഞ്ഞു. ആകാശത്തമ്പിളി വന്നി ഇളം തെന്നലീണം വിളിവാ. അങ്ങനെ ഷിപ്പിലെ നമ്മുടെ ഫുഡ് മെനു ആണ് ഇത്. എല്ലാ ക്ലാസ്സുകാർക്കും ഒരേപോലത്തെ ഫുഡ് മെനു തന്നെയാണ്. അതിൽ ടൈമിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് ക്ലിയറായിട്ട്. ഇത് നമ്മുടെ ഷിപ്പിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ മെയിൻ്റനൻസ് നടക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ ഷിപ്പിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഇരിക്കാനുള്ളതാണ്. ഇത് ഡെക്ക് ഏറ്റവും മുകളിലുള്ളതാണ്. ഹെലി ഡെക്കിൻ്റെ അടുത്ത്, ഹെലിപാഡിൻ്റെ അടുത്ത്. ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡ്. ഇത് നമ്മുടെ എൻജിൻ റൂമാണ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് കാര്യങ്ങൾ
നോക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മിനിക്കോയുടെ ജെട്ടി ഉള്ളത്. നമ്മുടെ ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. ഷിപ്പ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആൾക്കാർ ഇറങ്ങാനും കയറാനും വരുന്നവരെ റിസീവ് ചെയ്യാനും എല്ലാം ആയിട്ട് ആൾക്കാരെല്ലാം ഒരു സൈഡിൽ നിന്നാണ് ഇത് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാർ കയറിട്ടിട്ട് ബാഗും ലഗേജും എല്ലാം ഇറക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ ക്യൂ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ട് ജെട്ടി കടന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് പഞ്ചായത്ത് മിനിക്കോയുടെ ഒരു ബാനർ ഉണ്ട്. അങ്ങനെ നമ്മുടെ ജെട്ടിയുടെ സൈഡ് ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ്. മിനിക്കോയുടെ ഉള്ളേരിയയിലൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിക്കോയ് ദ്വീപിൻ്റെ ഉള്ളിലെ എല്ലാ വീടുകളും എല്ലാം കാണാനായി ഒരു 4 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ ചേട്ടന്മാർ പെരുമാറുന്നത്. അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരുന്നുണ്ട്. നമ്മുടെ സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ആ വണ്ടിയിൽ ഇങ്ങനെ കയറി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും റോഡിൻ്റെ കുറച്ച് കണ്ടൽക്കാടുകളും തെങ്ങുംതോപ്പുകളും പിന്നെ ഒരു സ്ഥലത്ത് നല്ല അതിമനോഹരമായ കടലും നീലക്കടൽ അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര. അതിലൂടെ കുറച്ച് ആട്ടിൻകുട്ടികളെല്ലാം മേഞ്ഞ് നടക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് ഈ വഴിയിലൂടെ അവർ നിർത്തി തന്നിരിക്കുന്നു. ഇത് നമ്മുടെ ദ്വീപിൻ്റെ ഒരു എൻഡ് സൈഡാണ്, തെക്ക് സൈഡായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇറങ്ങി ഇവിടുത്തെ കടൽ കാഴ്ചകളും ലഗൂൺസും കൊറൽസും എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്ത് ആദ്യത്തെ ബീച്ചിൽ ഇറക്കമാണ് ഇവിടെ നമ്മൾ നടത്തിയത്. ഹായ് ഗൈസ്, ഇത് നമ്മുടെ മിനിക്കോയിലെ കടലിൻ്റെ ഏരിയ ആണ്. നല്ല അടിപൊളി കല്ല് കണ്ടില്ലേ, നല്ല സൂപ്പർ കല്ലുകളുണ്ട് കേട്ടോ. കുറേ ലഗൂണും കുറച്ച് കല്ല്. ഇതാണ് നല്ല വെള്ളം, നല്ല പച്ച നിറമുള്ള നല്ല കടൽ, നല്ല ക്രിസ്റ്റൽ വാട്ടറാണ് ഇവിടെ ഉള്ളത്. കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാം ഇവിടെ നിന്ന് എടുക്കുകയും ഒക്കെ ചെയ്തു. ആൾക്കാർ ഇറങ്ങുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇതൊക്കെ നമ്മുടെ ഓരോരോ ടൈം പാസ് ഫോട്ടോസാണ്. ഈ ബീച്ചിൻ്റെ സൈഡിലായി വില്ലകളും റിസോർട്ടുകളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് നടന്ന് നമ്മൾ നമ്മുടെ മെയിൻ റോഡിലേക്ക് കയറി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ ഷിപ്പ് നന്നാക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്നൊക്കെ പറയുന്ന പോലെ പുതിയ ഷിപ്പുകൾ ഉണ്ടാക്കുകയും ഷിപ്പിന് അല്ല ബോട്ടാണ്, ബോട്ട് ഉണ്ടാക്കുകയും പിന്നെ റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അവിടെ. കൂട്ടത്തിൽ അവിടെ 2 വള്ളങ്ങളും പണിത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ വള്ളംകളി നടക്കുമ്പോഴാണ് ആ വള്ളങ്ങളിൽ മത്സരമുണ്ടാകുന്നത്. ഇതാ ഈ മൂടി കെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. 2 വള്ളങ്ങളുണ്ട്. ആ വെള്ളങ്ങളിലാണ് നമ്മുടെ ആലപ്പുഴയിൽ വള്ളംകളി നടക്കുന്ന പോലെ ഇവിടെയും ഒരു സമയത്ത് വള്ളംകളി നടക്കുന്നത്. അതിലാണ് ഇവർ മത്സരിക്കാൻ എടുക്കുന്ന വെള്ളമാണ്. ഇതാണ് ആ വെള്ളം. ഈ വെള്ളത്തിൻ്റെ പേര് സുൽത്താൻ എന്നാണ്. പുതിയതായിട്ട് ഒരു വെള്ളം കൂടിയും അവർ പണിതിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലെ മൂടി കെട്ടിയിട്ട്. അതാണ് ഈ വെള്ളം. ഇത് ലക്ഷദ്വീപിലെ ഒരു മസ്ജിദാണ്. അതിൻ്റെ ചുറ്റുമുള്ള വീടുകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇത് അവിടുത്തെ ഒരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ ചുറ്റും നല്ലൊരു പുഴ പോലെയാണ്. പിന്നെ കുറച്ച് കണ്ടൽക്കാടുകളാണ് ഉള്ളത്. നല്ല അടിപൊളി വാട്ടറാണ് ഇതിലത്തെ.
സ്ഥലം കേട്ടോ. നല്ലൊരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. നല്ല കാറ്റ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. പിന്നെ ഈ വഴി രണ്ടും പോകുന്നത് ഒന്ന് ഹെലിപ്പാഡിലേക്കാണ്. നമുക്ക് എന്തെങ്കിലും ദ്വീപുകാർക്ക് അപകടം പറ്റിയാലോ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എമർജൻസി ആയിട്ട് പോകുന്നതാണ്. ഹെലികോപ്റ്ററിൽ ആണ് കൊച്ചിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ഹെലിപ്പാഡുണ്ട്. മിനിക്കോയിലെ ഹെലിപ്പാഡാണ് ഈ കാണുന്നത്. ഹെലികോപ്റ്ററിൻ്റെ ഓഫീസ്, ഹെലികോപ്റ്റർ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഇതാ ഈ കാണുന്ന വിശാലമായ ഹെലിപ്പാഡ്. അത്യാവശ്യം സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ അതിന് ചുറ്റും നല്ല വില്ലകളും റിസോർട്ടുകളും എല്ലാം ഉണ്ട്. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ് ഇത്. പിന്നെ അവിടെ നമ്മൾ കറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മനോഹരമായി അവരൊരു ട്രീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് പ്ലാസ്റ്റിക് കുപ്പിയുടേതാണ്. പിന്നെ രണ്ട് സ്ഥലത്തും കണ്ടൽ വനങ്ങളുള്ള ഒരു ഏരിയയിലൂടെ നമ്മൾ കടന്നുപോയി. അതിൻ്റെ ചുറ്റും ഒരു റോഡ് പോലെ ഉണ്ട്. അതിൻ്റെ ചുറ്റും രണ്ട് സ്ഥലത്തും കണ്ടൽ വനങ്ങളും പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു തെങ്ങുംപറമ്പ് വനം പോലെയാണ്. ഇത് അവിടുത്തെ നല്ല ഒരു എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നല്ല കടൽ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാം. നാട്ടിലൊരു ഹൈവേയിലൂടെ പോകുന്ന ഒരു ഫീലാണ്. ഇത് അവിടുത്തെ ഒരു മില്ലാണ്. നമ്മൾക്ക് വെളിച്ചെണ്ണയെല്ലാം അവിടെ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് നേരെ ചെല്ലേണ്ടത് അവിടെ പോലീസ് സ്റ്റേഷനിലാണ്. അത് നമ്മളവിടെ ചെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അവരും നല്ല സഹകരണ മനോഭാവമാണ് വെച്ച് പുലർത്തുന്നത്. പിന്നെ ഇതവിടുത്തെ പലഹാരമാണ്. നല്ല മധുരമുള്ള പലഹാരമാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് എന്ന് പറയുമ്പോൾ അമ്പഴങ്ങയല്ല, അതുപോലത്തെ ഒരു സാധനമാണ്. കഴിക്കാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം ഇനി അടുത്ത എപ്പിസോഡിൽ.